in the ratio of what is produced and what is used to produce it. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ് പ്രൊഡ്യൂസ് ചെയ്തത് അതിന് എന്തൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ള ഒരു റേഷ്യോ ആണ് പ്രൊഡക്ടിവിറ്റി. ഇറ്റ് ഈസ് എ മെഷേഴ്സ് ഓഫ് റേറ്റ് അറ്റ് വിച്ച് ഇൻപുട്ട് ആർ ട്രാൻസ്പോർട്ട് ഇൻറ്റു ഔട്ട്പുട്ട്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടായി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റേറ്റ് മെഷർ ചെയ്യുന്നതാണ് പ്രൊഡക്ടിവിറ്റി. വെൻ ഇൻപുട്ട് ആർ ട്രാൻസ്പോർട്ട് ഇൻറ്റു ഔട്ട്പുട്ട് വാല്യൂ ഈസ് സെഡ് ടു ബി ക്രിയേറ്റഡ്. ഇൻപുട്ടിനെ ഔട്ട്പുട്ടായി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻ അതർ വേർഡ് പ്രൊഡക്ഷൻ പ്രോസസ് ആഡ് വാല്യൂ ടു ഇന്റർമീഡിയറ്റ് ഗുഡ്സ് with the help of factors of production. അതായത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇന്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ ആഡ് ചെയ്യുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ടിവിറ്റി ആൻഡ് വാല്യൂ ആഡ് ആർ ഇന്റർകണക്റ്റഡ്. പ്രൊഡക്ടിവിറ്റിയും വാല്യൂ ആഡറും ഇന്റർകണക്റ്റഡ് ആണ്. വാല്യൂ ആഡർ റെഫേഴ്സ് ടു ദ അഡീഷൻ ഓഫ് വാല്യൂ ടു raw material or intermediate goods by the firm virtue of his productive activity. അതായത് ഒരു ഫേം അതിൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി ഫലപ്രദമായി ഉപയോഗിക്കുമ്പോൾ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ കൂടുന്നു. ഇതിനെയാണ് വാല്യൂ ആഡർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ value added defined as contribution of company to the current flow of goods and service. Goods and service in the current flow company contribution ആണ്. അതിനെ നമുക്ക് വാല്യൂ ആഡർ എന്ന് പറയാം. അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് ഇൻപുട്ട്. ഇന്റർമീഡിയറ്റ് ഇൻപുട്ടിൻ്റെയും വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൻ്റെയും ഡിഫറൻസ് ആണ് വാല്യൂ ആഡർ. Productivity is a relationship between value added and factors of production. Factors of productionൻ്റെയും വാല്യൂ ആഡഡിൻ്റെയും ഒരു റിലേഷൻഷിപ്പ് ആണ് പ്രൊഡക്ടിവിറ്റി. The efficiency and effectiveness equal to relationship between value adding and total time. ഒരു പ്രോഡക്റ്റിൻ്റെ എഫിഷ്യൻസി എഫക്റ്റീവ്നെസ്സിന് ഈക്വൽ ആണ് വാല്യൂ ആഡിങ്ങും ടോട്ടൽ ടൈമും. ഇനി പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി. ക്വാളിറ്റി ഈസ് എ മെഷേഴ്സ് ഓഫ് പ്രൊഡക്റ്റ് ഫ്ലൂലെസ്നെസ് ആൻഡ് എക്സലൻസ്. അതായത് ഒരു പ്രോഡക്റ്റിൻ്റെ ഫ്ലൂലെസ്സും എക്സലൻസും മെഷർ ചെയ്യുന്നതാണ് ക്വാളിറ്റി. ക്വാളിറ്റി അഫക്റ്റ് പ്രൊഡക്ടിവിറ്റി. ക്വാളിറ്റി അഫക്റ്റ് ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റീസ് W. Edward Deming stated that quality is positively associated with productivity. ഡെമിങ്ങിൻ്റെ അഭിപ്രായത്തിൽ പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റിയും പോസിറ്റീവ് അസോസിയേഷൻ ആണ്. പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സിൻ്റെ അളവൊക്കെ കുറയും. അപ്പോൾ കറക്റ്റായിട്ടുള്ള വർക്ക് ചെയ്യും. അപ്പോൾ ക്വാളിറ്റി കൂടും. പല എക്സ്പെർട്ട് ഡെമിങ്ങിൻ്റെ ബിലീവിനെ ഡിസഗ്രി ചെയ്യുന്നു. ബിക്കോസ് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നു. കോസ്റ്റ് കൂടിയാൽ ഓൾറെഡി പ്രൈസ് കൂടും. അപ്പോൾ അതർ എക്സ്പെർട്ട് ബിലീവ് ദാറ്റ് ക്വാളിറ്റി ക്യാൻ ഓൺലി ബി ഇൻക്രീസ് ത്രൂ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ്. കുറച്ച് പേര് വിശ്വസിക്കും ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിലൂടെയാണ്. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഇംപ്രൂവ് മോർ കോമ്പറ്റീറ്റീവ് ആകാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓർഗനൈസേഷൻ്റെ എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് എയിം ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി, ക്വാളിറ്റി ആൻഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. Next, productivity and cost effectiveness. Productivity and cost effectiveness are two of key goal at any business enterprises. പ്രൊഡക്ടിവിറ്റിയും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും
ഒരു ബിസിനസ് എന്റർപ്രൈസസ് ഗോളാണ്. പ്രൊഡക്ടിവിറ്റി ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് പ്രൊഡ്യൂസ്ഡ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് can also refers to quality of the output. പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് പ്രൊഡ്യൂസ് ആണ്. കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ്. ഹയർ പ്രൊഡക്ടിവിറ്റി ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ് ലീഡ് ടു ഹയർ പ്രോഫിറ്റബിലിറ്റി. ഫേം ട്രൈ ടു ഗെറ്റ് മാക്സിമം ഔട്ട്പുട്ട് ആൻഡ് മിനിമം കോസ്റ്റ്. Higher productivity and reduce cost. Productivity increases, the average cost will be decrease. This productivity and cost are negatively correlated. Lean production concept. Lean concept എന്ന് പറഞ്ഞാൽ lean production concept എന്ന് പറഞ്ഞാൽ വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യുന്നു. വേസ്റ്റേജ് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യാം എന്നൊരു ഇതാണ്. നെക്സ്റ്റ് ഫിക്സഡ് കോസ്റ്റ് ഡു നോട്ട് ഇൻക്രീസിങ് വിത്ത് ദ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്. ഫിക്സഡ് കോസ്റ്റ് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസിനെ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമൈനിങ് കോൺസ്റ്റന്റ് ആസ് പെർ വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസസ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റും കോൺസ്റ്റന്റ് ആയിരിക്കും. Importance of productivity drive. Higher productivity require mutual trust and cooperation between capital and labor. Next point, workers' participation in management is a techniques of productivity improvement. Productivity can be improved by the introduction of rationalization, automation to improve the productivity of labor and capital, etc. There should be coordinated relationship between among the management and workers to motivate human being in the organization. The company should have a suggestion scheme. Next, productivity objective. To compare effectiveness and efficiency of management, to utilize the resources profitably, to achieve the continuous productivity improvement, to make our resources more productive, to find out the opportunity for innovation in production process, to identify the most missing area for productivity improvement. Next, productivity plan. Elements of productivity plan: operational planning, tactical planning, strategic planning, individual productivity. Thank you.